ഒരു കുഴിമന്തി, ഒരു ഷമാമും, അല്ലെങ്കിൽ വേണ്ട ഒരു ഫ്രൈഡ് റൈസും ഒരു ഷാർജ ഷേക്കും. ഇങ്ങനെയാണ് നമ്മൾ പലവരും ഒരു ഹോട്ടലിൽ പോയി കഴിഞ്ഞാൽ ഓർഡർ ചെയ്യുന്ന രീതികൾ. വളരെ തിരക്കേറിയ ജീവിതശൈലിയാണ് നമ്മുടെ ഈ കാലഘട്ടത്തിൽ. നമസ്കാരം, എൻ്റെ പേര് ഡോക്ടർ നിതിൻ, അനസ്തീഷ്യ ക്രിട്ടിക്കൽ കെയർ വിഭാഗത്തിലെ കൺസൾട്ടന്റ്, ഇന്റഗ്രേറ്റഡ് ലിവർ കെയർ. ജോലി തിരക്ക് മൂലം നമ്മൾ പലപ്പോഴും പുറത്തുനിന്ന് ഭക്ഷണം കഴിക്കുന്ന രീതിയാണ് നമ്മൾ ഈ കാലഘട്ടത്തിൽ കാണപ്പെടുന്നത്. എന്നാൽ ഇതിൽ പതിയിരിക്കുന്ന ഒരു അപകടാവസ്ഥയുണ്ട്. അത് ഹെപ്പറ്റൈറ്റിസ് എ അഥവാ മഞ്ഞപ്പിത്തമാണ്. മഞ്ഞപ്പിത്തം വന്നു കഴിഞ്ഞാൽ ഒന്ന് വിശ്രമിച്ചാൽ മതി എന്ന് നമ്മൾ പലപ്പോഴും കേൾക്കാറുണ്ട്. പക്ഷെ എല്ലാവരിലും മഞ്ഞപ്പിത്തം ഇതുപോലെ ആയിരിക്കില്ല. 2023 കേവലം ഹെപ്പറ്റൈറ്റിസ് എ 4500 ആളുകൾക്കാണ് ബാധിച്ചിട്ടുണ്ടായിരുന്നത്. അതിൽ 15 പേര് മരണത്തിൽ പെടുകയും ചെയ്തിരുന്നു. 2025 ആകുമ്പോഴേക്കും ഇത് 33,000 ആളുകളിൽ ബാധിക്കുകയും ചെയ്തു. 83 ആളുകൾ മരണത്തിൽ പെടുകയും ചെയ്തിട്ടുള്ള സമയമാണ്. ഇതിൽ ഏകദേശം 400% വർധനവ് ഉണ്ടായിട്ടുള്ളത്. ഹെപ്പറ്റൈറ്റിസ് എയുടെ പ്രധാന കാരണങ്ങൾ മലിനമായ ഭക്ഷണവും വെള്ളവും, പിന്നെ ശുചിത്വമില്ലാത്ത ഇടങ്ങളിൽ നിന്നും ഭക്ഷണം കഴിക്കുകയും കൈ കഴുകാത്ത ശീലവും. ഇതാണ് പ്രധാന കാരണം. ആശ്വാസമുള്ളൊരു കാര്യം എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഈ രോഗത്തെ തടയാൻ ഹെപ്പറ്റൈറ്റിസ് എ വാക്സിനേഷൻ ലഭ്യമാണ്. 1 വയസ്സ് മുതൽ മുകളിലോട്ടുള്ള ആളുകൾക്ക് 2 ഡോസിൽ എടുക്കാവുന്ന ഒരു വാക്സിനേഷനാണ് ഹെപ്പറ്റൈറ്റിസ് എ. ലൈഫ് ലോങ് ഇമ്മ്യൂണിറ്റി ആയിരിക്കും അത് പ്രൊവൈഡ് ചെയ്യുന്നുണ്ടാവുക. എന്ന് കരുതി ആദ്യം പറഞ്ഞ അൽഫാമും ഫ്രൈഡ് റൈസും ഷമാമും കുടിക്കാൻ വൃത്തിഹീനമായിട്ടുള്ള സ്ഥലങ്ങളിൽ പോയി കഴിച്ചാൽ ഹെപ്പറ്റൈറ്റിസ് എ വരിക തന്നെ ചെയ്യും. എളുപ്പത്തിൽ ഓർക്കാൻ ഒരു സൂത്രം പറഞ്ഞുതരാം. 3F അഥവാ ക്ലീൻ ഫുഡ്, ക്ലീൻ ഫ്ലൂയിഡ്, ക്ലീൻ ഫിംഗേഴ്സ്. ഇത്രയും കാര്യങ്ങൾ നിങ്ങൾ ശ്രദ്ധിച്ചാൽ ഹെപ്പറ്റൈറ്റിസ് എ വരില്ല. ഹെപ്പറ്റൈറ്റിസ് എയെ കുറിച്ച് കൂടുതൽ സംശയങ്ങൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ താഴെ കാണുന്ന കമന്റ് ബോക്സിൽ എഴുതാം. ഞാനുള്ള റിപ്ലൈ തരാം. താങ്ക് യു.